പാതി നോമ്പായിട്ട് നമ്മൾ ആചരിക്കുകയാണ്. 50 നോമ്പിൻ്റെ പകുതിക്ക് നമ്മളെത്തി. സ്ലീവ, വിശുദ്ധ കുരിശ്, ദേവാലയത്തിൻ്റെ മധ്യത്തിൽ, ഹൈക്കലായുടെ മധ്യത്തിൽ പ്രതിഷ്ഠിക്കുന്ന ചടങ്ങ്, പ്രാർത്ഥനകളൊക്കെ ഉണ്ട്. ലക്ഷ്യം നമ്മൾ കാണുന്നു, നടന്ന വഴി നമ്മൾ കാണുന്നു. ഒന്ന് സ്വയം വിലയിരുത്തി കൂടുതൽ കരുത്താർജിച്ച് മുകളിലേക്ക് മലകയറ്റം തുടരുന്നു. മറ്റുള്ളവരെക്കാൾ ഞാൻ ആത്മീയനാണ് എന്നൊരു തോന്നൽ അതൊട്ടും വരരുത്. അത് നമ്മുടെ ആത്മീയ അഹങ്കാരത്തിൻ്റെ വിഷയമാകരുത്. ആത്മീയ അഹങ്കാരത്തിൻ്റെ വിഷയമായാൽ നീ ചെയ്യുന്ന ഈ നല്ല കാര്യങ്ങൾ നിന്റെ വീഴ്ചയ്ക്ക് തന്നെ കാരണമാകും. ഞാൻ തോറ്റുപോയി എന്ന് ചിന്തിക്കുന്നു. നോമ്പിലെ തോറ്റുപോയി. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ലെൻഡ് ഈസ് നോട്ട് അബൌട്ട് പെർഫെക്ഷൻ. ഇത് നിങ്ങളെ കോമ്പറ്റീഷന് വിളിച്ചിരിക്കുന്നതല്ല കർത്താവ്. ലെൻഡ് ഈസ് നോട്ട് അബൌട്ട് പെർഫെക്ഷൻ. ബി ഒറിജിനൽ, ബി ജെനുവിൻ. തെറ്റിപ്പോയോ, നോമ്പ് മുറിഞ്ഞു പോയോ, സാറേ വീണ്ടും തുടങ്ങും. എപ്പോഴും ഇങ്ങനെ ആരും കേട്ടോണ്ടിരിക്കണമെന്നില്ല, എപ്പോഴും ഒച്ച വെച്ച് പ്രാർത്ഥിക്കണമെന്നില്ല. ഒരു 10 മിനിറ്റ് ഡെയിലി സമാധാനത്തോടെ ഈശോയുടെ അടുത്ത് ഇരുന്ന് പ്രാർത്ഥിക്കണം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് മാർച്ച് 11 പാതി നോമ്പായിട്ട് നമ്മൾ ആചരിക്കുകയാണ്. എനിക്കറിയാം, എന്നെ കേൾക്കുന്നവരിൽ കുറച്ചധികം പേർക്കെങ്കിലും അതത്ര പരിചയമുള്ള വാക്കായിരിക്കണമെന്നില്ല. 50 നോമ്പിൻ്റെ പകുതിക്ക് നമ്മളെത്തി. അതിനെ വിളിക്കുന്ന പേരാണ് പാതി നോമ്പ്, നോമ്പിൻ്റെ പാതി വഴി. എല്ലാ സഭകളിലും, ലാറ്റിൻ ചർച്ചിൽ അതൊരു ഞായറാഴ്ചയാണ് അവർ ആഘോഷിക്കാറുള്ളത്. ബാക്കി എല്ലാ പൗരസ്ത്യ സഭകളിലുമൊക്കെ ഈ പാതി നോമ്പിൻ്റെ ആചരണം ഉണ്ട്. സീറോ മലബാർ സഭയിലും നമ്മൾ ആചരിച്ചിരുന്നതാണ്. അതിനെ നമ്മൾ വീണ്ടും തിരിച്ചെടുത്തിരിക്കുന്നു. 2023 ലിറ്റർജിക്കൽ കലണ്ടർ തൊട്ട് നമുക്ക് കാണാൻ പറ്റും പാതി നോമ്പ് നമ്മുടെ കലണ്ടറിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഈ വർഷം 2026 ആണ്ടിൽ മാർച്ച് 11 ഇന്നാണ് പാതി നോമ്പ്, ബുധനാഴ്ച. നോമ്പിൻ്റെ പാതി വഴി, അതുമായിട്ട് ബന്ധപ്പെട്ട ലിറ്റർജിക്കൽ പ്രയേഴ്സൊക്കെ ഉണ്ട്. സ്ലീവ, വിശുദ്ധ കുരിശ്, ദേവാലയത്തിൻ്റെ മധ്യത്തിൽ, ഹൈക്കലായുടെ മധ്യത്തിൽ പ്രതിഷ്ഠിക്കുന്ന ചടങ്ങ്, പ്രാർത്ഥനകളൊക്കെ ഉണ്ട്. അത് എല്ലാവർക്കും പരിചയമുള്ളതല്ലാത്തത് കൊണ്ട് അതിനെക്കുറിച്ച് പറയുന്നില്ല. പക്ഷേ ഇന്നലത്തെ മാർഗത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ നമ്മൾ കൂടുതൽ ചിന്തിക്കാൻ പോകുന്നത് ആ പാതി നോമ്പിൻ്റെ ഒരു ധ്യാനത്തെയാണ്. അതായത് നമ്മളൊരു യാത്ര കയറുകയാണ്, ഒരു മല കയറുകയാണ്. ആ മലകയറ്റം പാതി വഴിക്കെത്തി. ലക്ഷ്യം നമ്മൾ കാണുന്നു, നടന്ന വഴി നമ്മൾ കാണുന്നു. പാതി വഴിയിൽ നമ്മളൊന്ന് കിതയ്ക്കുന്നു, സ്വാഭാവികമാണ്. ഒന്ന് പോസ് ചെയ്ത്, ഒന്ന് സ്വയം വിലയിരുത്തി കൂടുതൽ കരുത്താർജിച്ച് മുകളിലേക്ക് മലകയറ്റം തുടരുന്നു. അങ്ങനെയാണ് ഈ പാതി നോമ്പിൻ്റെ ദിവസത്തെ 25 ദിവസം നമ്മൾ പിന്നിടുകയാണ്. കർത്താവിന് നന്ദി പറയാം. നോമ്പിൻ്റെ, പരിത്യാഗത്തിൻ്റെ, പ്രാർത്ഥനയുടെ, ഉപവാസത്തിൻ്റെ, ദാനധർമ്മത്തിൻ്റെ ഈ നാളുകളിലൂടെ നമ്മളെ നടക്കാൻ അനുവദിച്ച കർത്താവിൻ്റെ സ്നേഹത്തെ ഏറ്റുപറയാം. പാതി നോമ്പെന്ന് പറയുമ്പോൾ ദിവസം എണ്ണിയിരിക്കാനുള്ളതല്ല എൻ്റെ അർത്ഥം കേട്ടോ. പകുതി കഴിഞ്ഞല്ലോ കർത്താവ്, ഇനി ഇത്രയും കൂടെ മതിയല്ലോ, അത് കഴിഞ്ഞിട്ട് കഴിക്കാമല്ലോ, അത് എന്തൊക്കെയാണോ വേണ്ടെന്ന് വെച്ചാൽ അതൊക്കെ കഴിക്കാമല്ലോ, അങ്ങനെ വിചാരിക്കരുത്. അങ്ങനെയല്ലത്. ഇറ്റ്സ് എ ടൈം ടു പോസ്. ഇങ്ങനെ റുട്ടീനായിട്ട് ആത്മീയ ചരികൾ മാറിപ്പോകുന്ന നേരത്ത് നമുക്കൊന്ന് നിൽക്കാം. ഇറ്റ്സ് ടൈം ടു പോസ്. ഇറ്റ്സ് ടൈം ടു എക്സാമിൻ. ഇറ്റ്സ് ടൈം ടു റിന്യൂ. ഇറ്റ്സ് ടൈം ടു സ്ട്രെങ്തൻ ആൻഡ് കണ്ടിന്യൂ വിത്ത് ഡീപ്പൻഡ് സെലസ്. അധിക തീക്ഷ്ണതയോടെ യാത്ര തുടരേണ്ട സമയമാണ്. അതായത് ഇങ്ങനെയാണ് ഇതിനെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റുന്നത്. അവസാനിപ്പിക്കാന്ന് വെച്ചാൽ ഇൻട്രൊഡക്ഷൻ, ടോക്ക് തീരുന്നില്ല. ഇത് ഓർത്ത് വെച്ചേക്ക്. പാതി നോമ്പിൽ നമ്മൾ എത്തി നിൽക്കുമ്പോൾ, പ്രത്യേകിച്ച് ഫീഡ് മൈ ഷീപ്പിനോടൊപ്പം യാത്ര ചെയ്യുന്നവർ മാർഗം സീരീസിലൂടെ നോമ്പ് കാലത്തിൻ്റെ ധ്യാനങ്ങൾ, ഈശോയുടെ പീഠാനുഭവത്തിൻ്റെ പല ഡൈമെൻഷൻസ് ധ്യാനിച്ച് എനിക്കറിയാം, ഗൗരവത്തോടെ ധ്യാനിക്കുന്നവർക്ക് വലിയ തിരിച്ചറിവുകളും ബോധ്യങ്ങളും കർത്താവ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൂടാതെ യൗസേപ്പ് പിതാവിൻ്റെ പ്രതിഷ്ഠ നടത്തി, എല്ലാ ദിവസവും പരിശുദ്ധ കുർബാന അർപ്പിച്ച്, ബൈബിൾ വായിച്ച് ഒക്കെ ഈ യാത്ര നടത്തുന്ന ഒത്തിരി പേരുണ്ട്. അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത് ഇങ്ങനെയാണ്: ലുക്കിംഗ് ബാക്ക് വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ്. ഓൺ ദിസ് ഡേ, ദ മിഡിൽ ഓഫ് അവർ ലെൻഡ്, വി ആർ ലുക്കിംഗ് ബാക്ക് വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ്. പാതി നോമ്പിൻ്റെ ഈ ദിവസം നമ്മൾ കൃതജ്ഞതയോടെ, നന്ദിയോടെ പുറകോട്ട് നോക്കുകയാണ്. ലുക്കിംഗ് ഇൻവേർഡ് വിത്ത് റിപ്പൻറ്റൻസ്. നന്ദിയോടെ പുറകോട്ട് നോക്കുന്ന നമ്മൾ അനുതാപത്തോടെ നമ്മുടെ ഉള്ളിലേക്ക് നോക്കുകയാണ്. അതാണ് ഇതിൻ്റെ മെയിൻ കോർ. വീണ്ടും ഉള്ളിലേക്ക് കർത്താവെ ഇടറിപ്പോയ നേരങ്ങളെ ഓർക്കുന്നു. എന്നിട്ടോ
ലുക്കിംഗ് ഫോർവേഡ് വിത്ത് റിന്യൂഡ് ഡിറ്റർമിനേഷൻ. നവീകരിക്കപ്പെട്ട നിശ്ചയദാർഢ്യത്തോടെ നമ്മൾ മുന്നോട്ട് നോക്കി യാത്ര തുടരുകയും ചെയ്യും. അതാണ് ഈ പാതി നോമ്പ്. ഇത് കൂടുതലും സഭയുടെ പാരമ്പര്യത്തിലാണ് ഈ പാതി നോമ്പിൻ്റെ രീതി ഉള്ളത്. ട്രഡീഷണൽ കിടക്കുന്നതാണ്. എന്നാലും അതിന് സ്ക്രിപ്ചറൽ ബേസിസ് നമുക്ക് കാണാൻ പറ്റും. അത് ഏലിയായുടെ സംഭവം 1 രാജാക്കന്മാർ 19:4-8 വരെ പാതി വഴിയിൽ ഏലിയ കൊളാപ്സ്ഡ് ആകുന്നുണ്ട്. ഏലിയ തളർന്നു പോകുന്നുണ്ട്. അവിടുന്ന് വീണ്ടും റെജുവനേറ്റ് ചെയ്ത് വീണ്ടും നവീകരിക്കപ്പെട്ട് പുതിയതാക്കപ്പെട്ട് കണ്ടിന്യൂ ചെയ്യുകയാണ് ഏലിയ. അതായത് പാതി നോമ്പെന്ന് വെച്ചാൽ ഡു നോട്ട് സ്റ്റോപ്പ് ദ ജേർണി, റിന്യൂ ദ സ്ട്രെങ്ത്. പാതി വഴിയിൽ മടുത്തു പോവുകയല്ല വേണ്ടത്, മറിച്ച് ആ കർത്താവിലുള്ള തീക്ഷ്ണതയെ വീണ്ടും ജ്വലിപ്പിക്കുക. റിന്യൂ ദ സ്ട്രെങ്ത്. ഈ ലെൻറ്റ് നോമ്പ് കാലം നമ്മളെ സംബന്ധിച്ചോളം ഇറ്റ്സ് എ സ്പിരിച്വൽ എക്സഡസ്. ആത്മീയ പുറപ്പാടാണിത്. ഇത് യാത്രയാണ് ഈ നോമ്പിൻ്റെ ചൈതന്യത്തിൽ നമ്മൾ നടത്തുന്നത്. അപ്പോൾ ഇസ്രായേൽ നടത്തിയ എക്സഡസ് പുറപ്പാടിനെ ഓർത്തെ. അവർ ഈജിപ്തിനെ വിട്ട് കാനാൻ ദേശത്തേക്ക് യാത്ര ചെയ്യുകയാണ്. ഇതൊരു ജേണിയാണ്, ഇറ്റ്സ് ലോങ് ജേണി. ഈ ജേണിയിൽ ഇവർക്ക് എന്ത് പറ്റുന്നുണ്ട്? പാതി വഴിക്ക് ഇവർ മരുഭൂമിയിൽ കിടന്ന് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മളിൽ ഒത്തിരി പേര് നോമ്പിൻ്റെ പരിത്യാഗത്തിൻ്റെ ചൈതന്യത്തിൽ സ്ട്രഗിളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. ദ സെയിം സ്ട്രഗിളിങ്. 2 പരാതി പറയുന്നുണ്ട് ഇസ്രായേൽ ജനം. എന്നിട്ടോ അവർ പുറകോട്ട് നോക്കി ഈജിപ്തിനെ വാഴ്ത്തുന്നുണ്ട്. ഞങ്ങൾ ഈജിപ്തിലായിരുന്നപ്പോൾ. ഇതൊക്കെ നമുക്ക് ഈ കാലത്ത് സംഭവിക്കും. അതുകൊണ്ട് മടുത്തു പോകാതെ കൂടുതൽ തീക്ഷ്ണതയോടെ മുന്നോട്ട് നടക്കാൻ ലെറ്റ്സ് സ്റ്റോപ്പ്, ലെറ്റ്സ് റിഫ്ലക്റ്റ്, ലെറ്റ്സ് റീഅലൈൻ ആൻഡ് ലെറ്റ്സ് കണ്ടിന്യൂ. അത്രയും ഓർത്താൽ മതി. ലെറ്റ്സ് സ്റ്റോപ്പ്. പാതി നോമ്പിൽ നമുക്കൊന്ന് നിൽക്കാം, ഒന്ന് പോസ് ചെയ്യാം. ലെറ്റ്സ് സ്റ്റോപ്പ്, ലെറ്റ്സ് റിഫ്ലക്റ്റ്. ഒന്നുകൂട്ടൊന്ന് ധ്യാനിച്ച് നോമ്പിനെ തുടങ്ങിയപ്പോൾ തീക്ഷ്ണതയൊക്കെ ചിലപ്പോൾ നമ്മൾ ആ വിഷയങ്ങൾ വരുന്നുണ്ട്. ഒന്നുകൂട്ടൊന്ന് ധ്യാനിച്ച് എന്നിട്ടോ ലെറ്റ്സ് റീഅലൈൻ. ദൈവത്തിരിഹിതത്തോട് നമ്മളെ തന്നെ ഒന്നുകൂടൊന്ന് അലൈൻ ചെയ്യണം. എന്നിട്ടോ കണ്ടിന്യൂ. മുന്നോട്ട് കൂടുതൽ ചൈതന്യത്തോടെ യാത്ര ചെയ്യുക. നമുക്കറിയാം നോമ്പിൻ്റെ 3 തൂണുകൾ. ആ 3 തൂണുകൾ എങ്ങനെയാണ് ഈ കഴിഞ്ഞ 25 ദിവസം ജീവിച്ചതെന്ന് ഒന്ന് അസസ് ചെയ്യണം. ഒന്ന് പ്രാർത്ഥനയ്ക്ക് സമയം കണ്ടെത്തുന്നുണ്ടായിരുന്നു. പരിശുദ്ധ കുർബാന എല്ലാ ദിവസവും അർപ്പിക്കാൻ പറ്റിയോ? ഇനി ഇടയ്ക്ക് മുടങ്ങിയെങ്കിലും സാരമില്ല. ഇനിയുള്ള 25 ദിവസം, ഇനിയുള്ള പകുതി നാളുകളിലേക്ക് കൂടുതൽ തീക്ഷ്ണതയോടെ നമുക്ക് ഒരുങ്ങാം. എല്ലാ ദിവസവും 10-15 മിനിറ്റ് പേഴ്സണൽ പ്രയറിന് മാറ്റിവെക്കാൻ പറ്റിയോ? ശ്രമിച്ചോ? ഇനി പറ്റിയില്ലെങ്കിൽ ശ്രമിക്കണം ഈ ദിവസങ്ങളിൽ. അല്ലെങ്കിൽ കേവലം നൈയാമികമായൊരു നോമ്പല്ല, ആത്മാവിനെ തൊടുന്ന നോമ്പെടുക്കാൻ പ്രാർത്ഥനയിൽ നമുക്ക് വളരണം. 2 ഉപവാസം ആബ്സ്റ്റിനൻസ് എടുത്തോ. നോമ്പും ഉപവാസവും, ഫാസ്റ്റിംഗ് ആൻഡ് ആബ്സ്റ്റിനൻസ് എടുത്തോ. ഇനി ചിലരുണ്ട് നോമ്പെടുക്കാൻ പറ്റിയില്ല ചോ, ഞങ്ങൾ ഇതൊക്കെ ഒന്ന് എല്ലാം ഇങ്ങനെ കേട്ടറിഞ്ഞൊക്കെ വന്നപ്പോൾ ഞങ്ങൾ നോമ്പെടുക്കാൻ വിട്ടുപോയി. അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, സാരമില്ല, ഇവിടം തൊട്ടെടുത്തു, കർത്താവ് കാണുമല്ലോ നമ്മുടെ ജെനുവിനിറ്റി. അതുകൊണ്ട് പാതി നോമ്പ് തൊട്ട് നോമ്പെടുത്തു. ഇനി തൊട്ട് അങ്ങോട്ട് 50 ദിവസം എടുക്കാൻ പറ്റിയില്ല, 25 ദിവസം തൊട്ട് ഇനി തൊട്ട് കർത്താവിൻ്റെ മുമ്പിലല്ലേ. ആത്യന്തിക നിയമം കർത്താവിൻ്റെ കരുണയല്ലേ. ആ കരുണയുടെ മുമ്പിലേക്ക് നമ്മുടെ എളിയ സമർപ്പണത്തെ വെച്ച് ഇന്ന് തൊട്ട് പറ്റുന്നവരൊക്കെ ഒന്നുകൂടെ ഒരു നോമ്പ്, അല്ലെങ്കിൽ നോമ്പ് എടുത്തുകൊണ്ടിരിക്കുന്നവർ ഒരല്പം കൂടെ ഒരു പരിത്യാഗം, ഒരധിക ത്യാഗം എടുക്കാൻ പറ്റും നോക്കാം. അപ്പോൾ ഉടനെ 25 ദിവസം നോമ്പ് എടുത്തവർ ഓർക്കേണ്ടത്, ഇത് കേവലം ഭക്ഷണവർജനം മാത്രമായി ചുരുങ്ങിപ്പോകുന്നുണ്ടോ? ഇത് കേവലം ഡയറ്റ് മാത്രമായി ചുരുങ്ങിപ്പോകുന്നതോ? ഈ നോമ്പ് എന്നെ തൊടുന്നുണ്ടോ? ഈ ഉപവാസം എന്നെ തൊടുന്നുണ്ടോ? ആർ ദീസ് തിങ്സ് മേക്കിംഗ് മീ എ ബെറ്റർ പേഴ്സൺ? കുറെ കൂടെ നല്ല മനുഷ്യനാക്കുന്നുണ്ടോ? എൻ്റെ വാക്കിനെ, ചിന്തയെ, പ്രവൃത്തിയെ ഈ നോമ്പ് വിമലീകരിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ അത് തൊലിക്ക് പുറത്ത് നിൽക്കുകയാണ് തിരിച്ചറിയുക. അതിനെ ഉള്ളിലേക്ക് സ്വീകരിക്കുക, നോമ്പിൻ്റെ ചൈതന്യത്തെ. 3 ദാനധർമ്മം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോ? ഉള്ളതൊക്കെ പറ്റുന്നത് പോലൊക്കെ ഒന്ന് പങ്കുവയ്ക്കാനൊക്കെ ഈ ദിവസങ്ങളിൽ ശ്രമിച്ചോ? 20 ദിവസം. ഇല്ലെങ്കിൽ അടുത്ത 20 ദിവസം അതിനുവേണ്ടി എഫേർട്ട് എടുക്കുക. ഞാൻ ഈ പാതി നോമ്പ് എത്തി നിൽക്കുമ്പോൾ നമ്മൾ ഈ സ്റ്റോപ്പ്, പോസ് എന്നൊക്കെ പറഞ്ഞില്ലേ, അങ്ങനെ ഒന്ന് സ്വസ്ഥതയോടെ ഇരുന്ന് വിലയിരുത്തേണ്ട ഒരു 3-4 ആത്മീയ അപകടങ്ങൾ പറയാം. 3 ആത്മീയ അപകടങ്ങൾ. അത് കഴിയുമ്പോൾ ഒരു 5 പ്രാക്ടിക്കൽ കാര്യങ്ങൾ ഇനി അങ്ങോട്ട് ചെയ്യേണ്ടത്. നോമ്പിൻ്റെ സെക്കൻഡ് ഹാഫ്. നമ്മൾ ഈ മൂവിയൊക്കെ കാണുമ്പോൾ നമ്മൾ പറയും ഫസ്റ്റ് ഹാഫ് സൂപ്പറായിരുന്നു, സെക്കൻഡ് ഹാഫിൽ കൊണ്ടുപോയി കളഞ്ഞു എന്ന് പറയത്തില്ലേ. അത് നമ്മുടെ നോമ്പിൽ സംഭവിക്കരുത്. പലപ്പോഴും നമ്മുടെ നോമ്പിൻ്റെ ഫസ്റ്റ് ഹാഫ് നല്ലതാണ്, സെക്കൻഡ് ഹാഫിൽ കയ്യിൽ നിന്ന് പോവും. അപ്പോൾ സെക്കൻഡ് ഹാഫ് കുറച്ചുകൂടെ ഇമ്പാക്റ്റ്ഫുൾ ആക്കാൻ ചെയ്യേണ്ട ഒരു 5 പ്രാക്ടിക്കൽ കാര്യങ്ങൾ. അപ്പോൾ അപകടം, നമ്മൾ സ്വസ്ഥതയോടെ ഇരുന്ന് ധ്യാനിക്കേണ്ട അപകടം, നോമ്പിൻ്റെ പാതി വഴിയിൽ, പാതി നോമ്പിൻ്റെ ഈ ദിവസം നമ്മൾ സംഭവിച്ചോ, നമ്മളിൽ അത് വന്നു പോയോ എന്ന് വിലയിരുത്തേണ്ട 3 അപകടങ്ങൾ. ഒന്നാമത്തത്
സ്പിരിച്വൽ ഫറ്റീഗ്. സ്പിരിച്വൽ ഫറ്റീഗ്, ആത്മീയ വിളർച്ച, ആത്മീയ ക്ഷീണം, ആത്മീയ തളർച്ച ഉണ്ടായോ? ചിലപ്പോൾ അങ്ങനെ സംഭവിക്കും. എന്ന് വെച്ചാൽ ആദ്യത്തെ ആവേശവും ആദ്യത്തെ സന്തോഷമൊക്കെ അങ്ങ് പോയി. പിന്നെ നമ്മളിതിങ്ങനെ ഒരു 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 ഓളത്തിലങ്ങ് ചെയ്ത് പോയിട്ട് കുറേ കഴിയുമ്പോൾ അങ്ങ് മുരടിപ്പ്, അങ്ങ് മടുപ്പ്, നോമ്പ് തന്നെ അങ്ങ് ക്ഷീണമായിട്ട് നമുക്ക് മാറുന്നു. അതായത് ഈ മാരത്തണില്ലേ, ലോങ് റൺ മാരത്തണൊക്കെ ഓടുന്നവർക്ക്, ദീർഘദൂര ഓട്ടത്തിലവർക്ക് ഏറ്റവും സ്ട്രഗിളിങ് ടൈം എപ്പോഴെന്നറിയാമോ? അത് സ്റ്റാർട്ടിംഗ് ഫേസ് അല്ല. സ്റ്റാർട്ടിംഗ് ഫേസിൽ ദേ ആർ ഡിറ്റർമിൻഡ്, അവർക്കൊരു പ്ലാൻ ഉണ്ട്. അത് ഫിനിഷിംഗ് ലൈൻ അല്ല. ആ സമയത്ത് ഇവർക്ക് ലക്ഷ്യം കൺമുമ്പിൽ കാണാം. ദേ വിൽ സ്പ്രിൻറ്റ് ദംസെൽവ്സ്. പാതി വഴിയുണ്ടല്ലോ, ഈ പകുതി സമയം, അത് ഭയങ്കര മടുപ്പാണ്. ആ മടുപ്പിലേക്കാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ഇപ്പോൾ ഒരു സ്പിരിച്വൽ ഫറ്റീഗിൻ്റെ ഇരയായിട്ട് നമ്മൾ പാറുന്നുണ്ടോ? അപ്പോൾ എന്ത് ചെയ്യേണ്ടത്? റിന്യൂ ദ ഇൻറ്റൻഷൻ, റിട്ടേൺ ടു പ്രെയർ. ഒന്നുകൂടെ നമുക്ക് അത്തീക്ഷ്ണതയെ നവീകരിക്കാം, കർത്താവിൽ ആശ്രയിക്കാം, പ്രാർത്ഥനയിൽ ഉറച്ചു നിന്നുകൊണ്ട് ആ ക്ഷീണത്തെ, ആത്മീയ ക്ഷീണത്തെ നമുക്ക് മാറ്റാൻ ശ്രമിക്കാം. അപ്പോൾ ഒന്നാമത്തെ അപകടം സ്പിരിച്വൽ ഫറ്റീഗ്, ആത്മീയ തളർച്ച. രണ്ടാമത്തത്, ഇത് അല്പം കൂടെ ഗൗരവമുള്ളതാണ്, സ്പിരിച്വൽ പ്രൈഡ്. സ്പിരിച്വൽ പ്രൈഡ്, ആത്മീയ അഹങ്കാരം. അതൊട്ടും വരരുത്. അല്പം ക്ഷീണം വന്നാലും സാരമില്ല. ആദ്യത്തതുണ്ടല്ലോ, ഇങ്ങനെ പ്രാർത്ഥിച്ചും പരിത്യാഗം എടുത്തും ഇതെല്ലാം കൂടെ കേട്ടും ആകെപ്പാടങ്ങ് മടുപ്പച്ചു. അത് പിന്നെയും കുഴപ്പമില്ല. നമ്മൾ എഫേർട്ട് എടുത്തല്ലോ, ക്ഷീണമായി പോയതല്ലേ. ഇത് അതിനേക്കാൾ അപകടം ഏതാണെന്നറിയാമോ? ഈ സ്പിരിച്വൽ പ്രൈഡ്. അതായത് ഐ ആം ഫാസ്റ്റിംഗ് വെൽ, ഞാൻ നന്നായിട്ട്, അവിടെ എന്നെ കണ്ടുപിടിക്കും, നന്നായിട്ട് നോമ്പെടുക്കുന്നുണ്ട്, നന്നായിട്ട് ഉപവാസം എടുക്കുന്നുണ്ട്, നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഐ എം മോർ സ്പിരിച്വൽ ദാൻ അതേഴ്സ്, മറ്റുള്ളവരെക്കാൾ ഞാൻ ആത്മീയനാണ് എന്നൊരു തോന്നൽ. അതൊട്ടും വരരുത്. 25 ദിവസം നന്നായിട്ട് നോമ്പെടുക്കാൻ പറ്റിയോ? കർത്താവിന് നന്ദി പറ. 20 ദിവസം മുടക്കമില്ലാതെ കുർബാനയിൽ പങ്കെടുക്കാൻ പറ്റിയോ? കർത്താവിന് നന്ദി പറയാം. 25 ദിവസവും കുരിശിൻ്റെ വഴി ചെല്ലാൻ പറ്റിയോ? കർത്താവിന് നന്ദി പറ. 25 ദിവസവും പരിത്യാഗം ചെയ്യാൻ അല്ലെങ്കിൽ ദാനധർമ്മം ചെയ്യാൻ ഒക്കെ പറ്റിയോ? നല്ല കാര്യം. സ്വഭാവം ഒന്ന് മാറിയോ? നല്ല കാര്യം. കർത്താവിന് നന്ദി പറ. അത് നമ്മുടെ ആത്മീയ അഹങ്കാരത്തിൻ്റെ വിഷയമാകരുത്. ആത്മീയ അഹങ്കാരത്തിൻ്റെ വിഷയമായാൽ നീ ചെയ്യുന്ന ഈ നല്ല കാര്യങ്ങൾ നിന്റെ വീഴ്ചയ്ക്ക് തന്നെ കാരണമാകും. അതാണ് അഗസ്തിനോസ് പുണ്യാളൻ പറയുന്നത്, പ്രൈഡ് ടേൺസ് വെർച്യൂസ് ഇൻ ടു സിൻസ്. അഹങ്കാരം സുഹൃതങ്ങളെ പാപമാക്കി മാറ്റും. ഉപവാസം ഒരു സുഹൃതമാണ്, നോമ്പൊരു സുഹൃതമാണ്. ആ സുഹൃതത്തെ പോലും പാപമാക്കി മാറ്റാൻ അഹങ്കാരത്തിന് പറ്റും. അതുകൊണ്ട് ഒരു അഹങ്കാരം വേണ്ട. ചെയ്തവർ നന്ദി പറ കർത്താവിന്, മതി. അതിനപ്പുറത്തൊരു പ്രൈഡായിട്ടത് മാറാതിരിക്കും. എളിമ അത്യന്താപേക്ഷിതമാണ്, എളിമ. മൂന്നാമത്തെ ഒരു ആത്മീയ അപകടം. അപ്പോൾ ഏതൊക്കെയാണെന്ന് ഓർക്കുന്നുണ്ടല്ലോ? ഒന്ന് സ്പിരിച്വൽ ഫറ്റീഗ്, സെക്കൻഡ് വൺ സ്പിരിച്വൽ പ്രൈഡ്, മൂന്നാമത്തത് സ്പിരിച്വൽ ഡിസപ്പോയിൻമെൻറ്റ്, ആത്മീയ നിരാശ. ഒട്ടനവധി പേർക്കുണ്ടാകും. നന്നായിട്ടൊക്കെ തുടങ്ങിയതാച്ചു, നോമ്പ് മുറിഞ്ഞു പോയി, എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകണമെന്നൊക്കെ വിചാരിച്ചതാച്ച, പക്ഷേ ഇടയ്ക്ക് വെച്ച് മടി പിടിച്ചു. ഉള്ളതിൻ്റെ കുറച്ച് പങ്കൊക്കെ കൊടുക്കണമെന്നൊക്കെ വിചാരിച്ചതാണ്, പിന്നെ അങ്ങോട്ട് പറ്റിയില്ല. എന്നെക്കൊണ്ട് ഇതൊന്നും പറ്റുകയച്ചു, എനിക്കിതൊന്നും പറഞ്ഞിട്ടില്ല. ശ്രമിച്ചു നോക്കിയതാണ്, ഒന്ന് ആഗ്രഹം കൊണ്ടൊക്കെ നോക്കിയത്, എന്നെക്കൊണ്ട് ഇതൊന്നും പറ്റുകയില്ല. സ്പിരിച്വൽ ഡിസപ്പോയിൻമെൻറ്റ്, ഞാൻ തോറ്റുപോയി എന്ന് ചിന്തിക്കുന്നവർ, നോമ്പിലേ തോറ്റുപോയെന്ന്. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ലെൻഡ് ഈസ് നോട്ട് അബൌട്ട് പെർഫെക്ഷൻ. ഇത് പൂർണ്ണതയുടെ ജീവിതമൊന്നുമല്ല. ഇത് നിങ്ങളെ കോമ്പറ്റീഷന് വിളിച്ചിരിക്കുന്നതല്ല കർത്താവ്. ലെൻഡ് ഈസ് നോട്ട് അബൌട്ട് പെർഫെക്ഷൻ. ബി ഒറിജിനൽ, ബി ജെനുവിൻ. തെറ്റിപ്പോയോ? നോമ്പ് മുറിഞ്ഞു പോയോ? സാരമില്ല, വീണ്ടും തുടങ്ങും. അതാണ് നമ്മുടെ ഒരു കള്ളത്തരം. നമ്മൾ നോമ്പൊക്കെ എടുത്ത് എവിടെയെങ്കിലും നോമ്പ് മുറിഞ്ഞത് ലൈസൻസ് ആക്കി എടുക്കുക. നമ്മൾ എൻ്റെ നോമ്പ് പോയെന്ന്, ഇനി ഞാൻ കഴിക്കുക, അങ്ങനെ വിചാരിക്കേണ്ട. അങ്ങനെ പറ്റിപ്പോയോ? കുർബാന ദിവസം മുടങ്ങിപ്പോയോ? സാരമില്ല, അടുത്ത ദിവസം കുർബാന കുടിക്കും. കർത്താവ് നീ കൂടിയ കുർബാൻ്റെ എണ്ണം എടുത്തുകൊണ്ടിരിക്കുകയല്ലോ. നിന്റെ മനസ്സല്ലേ കർത്താവ് കാണുന്നത്, ഡിസ്പോസിഷനല്ലേ കർത്താവ് കാണുന്നത്. അതുകൊണ്ട് സാരമില്ല, ഗോഡ് ഈസ് ഗിവിങ് യു അനദർ ചാൻസ്. മറ്റാരും നിനക്ക് അവസരം തന്നില്ലെങ്കിലും നമ്മുടെ കർത്താവ് നിനക്ക് വീണ്ടും അവസരം തരും. അതുകൊണ്ട് ആരും നിരാശപ്പെട്ടു പോകരുത് ഈ ആത്മീയ യാത്രയിൽ. അതുകൊണ്ട് ഈ 3 അപകടങ്ങളെ സൂക്ഷിക്കുക: സ്പിരിച്വൽ ഫറ്റീഗ്, സ്പിരിച്വൽ പ്രൈഡ് ആൻഡ് സ്പിരിച്വൽ ഡിസപ്പോയിൻമെൻറ്റ്. ആത്മീയ തളർച്ച ഉണ്ടാകരുത്, ആത്മീയ അഹങ്കാരം ഉണ്ടാകരുത്, ആത്മീയ നിരാശ ഉണ്ടാകരുത്. ഓർക്കേണ്ടത്, നമ്മൾ ഉയർപ്പിലേക്കാണ് യാത്ര ചെയ്യുന്നത്. കുരിശെന്ന് മാത്രം ഓർക്കണ്ട, പീഠാനുഭവ വെള്ളിന്ന് മാത്രം ഓർക്കണ്ട. അപ്പോൾ ചിലപ്പോൾ നമുക്കൊരു ക്ഷീണമൊക്കെ വരും. അങ്ങനെയല്ല, കുരിശടുത്തുണ്ട്, പക്ഷെ തിരുവുദ്ധാനം സമീപത്ത് ചാരത്തുണ്ട് എന്നോർത്തേക്കണം. ക്രോസ് ഈസ് നിയർ, റിസറക്ഷൻ ഈസ് ക്ലോസർ. തിരുവുദ്ധാനം ചാരത്തുണ്ട്. ആ പ്രത്യാശയോടെ നമുക്ക് മുന്നോട്ട് നടക്കാം. 5 പ്രാക്ടിക്കൽ കാര്യങ്ങൾ ഈ ദിവസങ്ങളിൽ, ഇനിയുള്ള 20 ദിവസം എന്നോടൊപ്പം യാത്ര ചെയ്യുന്നു നിങ്ങൾ,
ഇത് കേൾക്കുന്ന നിങ്ങൾ അധിക എഫേർട്ട് എടുത്ത് ചെയ്യേണ്ട 5 പ്രാക്ടിക്കൽ കാര്യങ്ങൾ. ഈ 5 എണ്ണം ഇനിയുള്ള 25 ഡേയ്സ് ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പിച്ച്. 1, എല്ലാ ദിവസവും ഒരല്പനേരം സുവിശേഷം വെച്ച് ഒരു 10 മിനിറ്റ് ധ്യാനത്തിലിരിക്കണം. നമ്മൾ ഓരോ ദിവസവും മാർഗത്തിനകത്ത് ധ്യാനിക്കുന്നതിൽ ഇനിയുമുണ്ട് നമുക്ക് ധ്യാനം. മാർഗം കണ്ടിന്യൂ ചെയ്യുകയാണ്. പലരും ചോദിച്ചു എന്നാണ് തീരുന്നതെന്നൊക്കെ ചോദിച്ചു. പറയാം, മുന്നോട്ട് പോട്ടെ. ഇപ്പോൾ പലരും ചോദിച്ചാൽ എനിക്കറിയാം, ഉടനെ തീർക്കരുത് അച്ചു, നിർത്തിക്കളയരുത്. 25 ദിവസമായി ഇനിയും മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. നിങ്ങൾ അതിനകത്ത് ധ്യാനിക്കുന്നത് മുഴുവൻ നമ്മൾ ഗോസ്പൽ ബേസ് ചെയ്താണ്. ഈശോയുടെ പീഠാനുഭവമാണ് നമ്മുടെ ധ്യാനത്തിൻ്റെ സ്റ്റാർട്ടിങ്. അതിനകത്ത് അതിനെ നമ്മൾ പഴയ നിയമമായിട്ടും ഒക്കെ കണക്ട് ചെയ്യുന്നതേ ഉള്ളൂ. പക്ഷേ ആ ഭാഗം വെച്ചിട്ടൊരു 10 മിനിറ്റ് പീസ്ഫുള്ളായിട്ടിരിക്കണം. എപ്പോഴും ഇങ്ങനെ ആരെങ്കിലും കേട്ടുകൊണ്ടിരിക്കണമെന്നില്ല, എപ്പോഴും ഒച്ച വെച്ച് പ്രാർത്ഥിക്കണമെന്നില്ല. ആ സുവിശേഷ ഭാഗം വേണമെങ്കിൽ 2-3 ആവർത്തി വായിച്ചിട്ട് അത് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് ഡെയിലി സമാധാനത്തോടെ ഈശോയുടെ അടുത്ത് ഇരുന്ന് പ്രാർത്ഥിക്കണം. 2, ഇനിയുള്ള 25 ദിവസമെങ്കിലും വൈകുന്നേരം കിടക്കയിലേക്ക് പോകുന്നതിന് മുമ്പ് ആത്മപരിശോധന നടത്തണം. എക്സാമിനേഷൻ ഓഫ് കോൺഷ്യൻസ്. എന്ത് നേരം വേണം? 2-3 മിനിറ്റ് മതിയെന്ന്. 2-3 മിനിറ്റ്. ഇത് വളരെ നല്ല പ്രാക്ടിക്കൽ കാര്യമായിട്ട് എടുത്തേ. നമുക്കത് 25 ദിവസം ചെയ്യാൻ പറ്റിയാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ശീലമായിട്ടത് മാറും. എല്ലാ ദിവസവും കട്ടിലോട്ട് ചെന്ന് കിടക്കാൻ ഒരുങ്ങുന്നതിന് മുമ്പ് ഒന്ന് കട്ടിലിരുന്ന് ബെഡിലിരുന്ന് ആ ദിവസം മുഴുവൻ ഓർക്കുക. അന്ന് പറ്റിപ്പോയ ഇടർച്ചകളെ ഓർക്കുക. ലഭിച്ച നന്മകളെ ഓർത്ത് നന്ദി പറയണം നിശ്ചയമായിട്ടും. പറ്റിപ്പോയ ഇടർച്ചകളെ, വീണുപോയ നേരങ്ങളെ ഓർക്കുക. അത് ഏറ്റുപറയുക ഈശോയോട്. മനസ്താപ പ്രകരണം ഒരാവർത്തി ചെല്ലുക. എൻ്റെ ദൈവമേ, ഏറ്റവും നല്ലവനും എല്ലാറ്റിനുപരിയായി സ്നേഹിക്കപ്പെടുവാൻ യോഗ്യനുമായ അങ്ങേക്കെതിരായി പാപം ചെയ്തു പോയതിനാൽ ചൊല്ലി പ്രാർത്ഥിച്ച് കാഴ്ചവെച്ച് കിടക്കുക. എക്സാമിനേഷൻ ഓഫ് കോൺഷ്യൻസ്, ആത്മപരിശോധന എല്ലാ ദിവസവും നടത്തുക. 3, കുമ്പസാരിക്കാൻ തുടങ്ങുക. എല്ലാവരും ഈ ഹോളി വീക്ക് എത്താൻ നോക്കിയിരിക്കുക, ഇടിച്ചു പിടിച്ചു പോയി കുമ്പസാരിക്കാൻ. അങ്ങനെ വേണ്ട കേട്ടോ. ഇതൊക്കെ കേൾക്കുന്നവരാണ് നിങ്ങളെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ കുറേ കൂടെ കർത്താവിനോട് ചേർന്ന് നിൽക്കാൻ ശ്രമിക്കുന്നവരല്ലേ. അപ്പോൾ നിങ്ങൾ അതിന് കാലതാമസം വെക്കരുത്. നിങ്ങൾ പതുക്കെ ഈ ദിവസങ്ങളിൽ കുമ്പസാരിച്ച് ഒരുങ്ങി കുമ്പസാരിച്ച് ഒന്ന് നന്നായിട്ട് കുമ്പസാരിച്ച്. നമ്മളിപ്പോൾ ഒരു ഗസ്റ്റൊക്കെ വീട്ടിൽ വരുമ്പോൾ എന്താ ചെയ്യുന്നത്? ആദ്യം ഒന്ന് നന്നായിട്ട് വീടൊക്കെ വൃത്തിയാക്കും. എന്നിട്ടോ ഗസ്റ്റ് വരുന്നതിന് മുമ്പ് ഒന്നുകൂടെ എല്ലാം ഒന്ന് വാക്കുകളിൽ നിന്ന് പിടിക്കുകയോ ഓടിച്ചിട്ടൊന്ന് അടിച്ച് വൃത്തിയാക്കുകയോ ചെയ്യും. അങ്ങനെ ഒരുങ്ങിക്കുക. പാതി നോമ്പിൻ്റെ ഈ കോണ്ടെക്സ്റ്റിൽ ഇത് കേട്ടിട്ട് ഒരു നല്ല കുമ്പസാരത്തിന് ഒരുങ്ങിക്കുക. ഈ എക്സാമിനേഷൻ ഓഫ് കോൺഷ്യൻസ് നടത്താനും ഈ കുമ്പസാരത്തിന് ഒരുങ്ങാനും നിങ്ങൾക്കറിയാം, നമ്മുടെ ചാനലിൽ ഞാൻ 2-3 വർഷം മുമ്പ് തകഴിയിലുണ്ടായിരുന്ന കാലത്ത് ചെയ്തൊരു വീഡിയോ ഉണ്ട്. കുമ്പസാരത്തിന് ഒരുക്കിക്കൊണ്ടൊരു 2 വർഷം മുമ്പുള്ള വീഡിയോയാണ്. അതിനകത്ത് ഡീറ്റെയിൽഡ് ആയിട്ടുണ്ട്. ഒപ്പം നമ്മൾ ഈയിടെ നടത്തിയ കുട്ടികൾക്ക് വേണ്ടി നടത്തിയ ആൽബിൻ്റെ എപ്പിസോഡ് ഇംഗ്ലീഷിലും മലയാളത്തിലും കുട്ടികളോട്, യൂത്തിനോട് കുമ്പസാരത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്തത്. അത് നിങ്ങൾ കേട്ടൊരുങ്ങിയിട്ടൊരു കുമ്പസാരം നടത്തിക്കുക. ഇത്തവണത്തെ കുമ്പസാരം അങ്ങനെ ഒരുങ്ങി ഒരു കുമ്പസാരം നടത്തിക്കുക. 4, ഇനിയുള്ള 20 ദിവസം ഇത് കേൾക്കുന്നവർ ചെയ്യേണ്ട ഒരു വളരെ പ്രാക്ടിക്കൽ കാര്യം, അത് നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റും എന്നറിയാമോ? പ്രാക്ടീസ് സൈലൻസ്. ഇനിയുള്ള 25 ദിവസം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ശൈലി നിശബ്ദതയുടേതാകട്ടെ. മിണ്ടണം അത്യാവശ്യമുള്ളത്, ലൂസ് ടോക്സ് വേണ്ട. വളരെ ചുരുക്കമായിട്ട് മാത്രം സംസാരിച്ച് കൂടുതൽ നേരം നിശബ്ദത ശീലിച്ച് നോക്കിക്കേ. കുറേയൊക്കെ കർത്താവിനോട് സംസാരിച്ച് കുറേയൊക്കെ അത് പ്രാർത്ഥനയാക്കിക്കേ. എല്ലാത്തിനും മറുപടി പറയണ്ട. എല്ലാത്തിനും നമ്മുടെ ഒപ്പീനിയൻ പറയണമെന്നില്ല. എല്ലാത്തിനും എതിർക്കാൻ പോകണ്ട. എല്ലാവരെയും കളിയാക്കാൻ പോകണ്ട. നിശബ്ദത പാലിച്ച് ആ നിശബ്ദത കുറേ കൂടെ നമ്മളെ നമ്മളിൽ തന്നെ ആനന്ദമുള്ളവരാക്കും. കർത്താവിനെ കുറേ കൂടെ അനുഭവിക്കാൻ നമ്മളെ ആ നിശബ്ദത സഹായിക്കും. 5, ഇനിയുള്ള 25 ദിവസം യു മസ്റ്റ് ഡു ഹിഡൻ ആക്ട്സ് ഓഫ് ചാരിറ്റി. ഞാൻ കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ചത്തെ സ്പെഷ്യൽ മാർഗത്തിൽ പറഞ്ഞ കാര്യമില്ലേ, ദാനധർമ്മം ചെയ്യണം. അത് 2 രീതിയിൽ ചെയ്യണം. എന്നെ കേൾക്കുന്നവർ, നിങ്ങൾ ഞാൻ സ്നേഹപൂർവ്വം നിർബന്ധിക്കുകയാണ്. 1, പാവങ്ങൾക്ക് പറ്റുന്നതിൻ്റെ എത്ര അളവൊന്നുമല്ല. വിധവയുടെ ചില്ലിക്കാശിനെ മാനിച്ചവൻ നിൻ്റെ ആ ശ്രമത്തെയാണ് മാനിക്കാൻ പോകുന്നത്, കൊടുത്ത തുകയുടെ അളവല്ല. പാവങ്ങൾക്ക് പറ്റുന്നത് എന്തെങ്കിലുമൊക്കെ. ആവശ്യക്കാരെങ്കിലുമൊക്കെ മുമ്പിൽ വരും, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ദയിപ്പിക്കുക, ഇത് പാവങ്ങൾക്ക് കൊടുക്കണം. പറ്റുന്നവർ അത് നല്ല മനസ്സോടെ ചെയ്യണം. 2, സുവിശേഷ വേലയ്ക്ക്, കർത്താവിൻ്റെ സുവിശേഷ വേലയ്ക്ക്, സഭയ്ക്ക്. കാരണം നമുക്കിവിടെ സഭ ആവശ്യമുണ്ട്. സുവിശേഷം ഇനിയും മുഴങ്ങാനുണ്ട്. അപ്പോൾ സുവിശേഷ വേലയ്ക്ക് പിന്തുണ കൊടുക്കണം. അത് നിങ്ങൾ ചെയ്യേണ്ട ഹിഡൻ ആക്റ്റായിട്ട് കരുതി ഈ ദിവസങ്ങൾ ചെയ്യണം. 5 കാര്യങ്ങളാണ് പ്രാക്ടിക്കൽ ലെസൺസ്. ഇനിയുള്ള 25 ഡേയ്സ് വി ആർ ഗോയിങ് ടു പ്രാക്ടീസ് ദം. അതിന് കഴിയട്ടെ. പ്രിയമുള്ളവരെ, അധിക തീക്ഷ്ണതയോടെ പ്രാർത്ഥിച്ചൊരുങ്ങി മുന്നോട്ട് യാത്ര ചെയ്യാം. ഈ ശുശ്രൂഷയെ നിങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കണേ. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഫീഡ് മൈ ഷീപ്പിനെ, ടീം അംഗങ്ങളെ ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കണം. എന്നെയും പ്രാർത്ഥനയിൽ ഓർക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ.